അപ്പം സരിൻ ചേരുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി, പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ ചേരുന്നുണ്ട്. എനിക്കൊന്നും ടെൻഷനില്ലാത്തൊരു കൂൾ കോഫിയൊക്കെ കഴിച്ചായിരിക്കും സരിൻ ഇരിക്കുക. നാളെ വളരെ കൂളായിട്ട് റിസൾട്ടിനെ കാണാൻ പോവുകയാണ് സരിൻ എന്നാണ് സരിൻ നേരത്തെ നമ്മളോട് പറഞ്ഞത്. 60,000 വോട്ടുകൾ വരെ സരിൻ നേടും എന്നൊരു ആത്മവിശ്വാസം സരിൻ പറഞ്ഞു. പക്ഷേ പാർട്ടി അത്രയും പറയുന്നില്ല എന്നാണ് സാനിയോ നമ്മളോട് പറഞ്ഞതും. നമ്മളോടൊപ്പം ഡോക്ടർ സരിൻ ഉണ്ട്. ഡോക്ടർ സരിൻ, വെരി ഗുഡ് ഈവനിങ്. നല്ലൊരു ചായയൊക്കെ കുടിച്ച് റിലാക്സ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നു. നാളെ ഇനി ഒരു രാത്രി കൂടി കഴിഞ്ഞാൽ കേരളം കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സരിനാണ് താരം എല്ലാ അർത്ഥത്തിലും. ഇല്ല, അങ്ങനെ ഒരു അവകാശവാദമൊന്നും ഞാൻ ഉന്നയിക്കുന്നില്ല. പാലക്കാടൻ ജനതയാണ് താരമെന്ന് നാളെ 11 മണിയാവുമ്പോഴേക്കും കേരളം വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും. പക്ഷേ സരിൻ, ഈ 60,000 എന്ന കണക്ക്, ആ കണക്കിലേക്ക് സരിൻ എങ്ങനെയാണ് എത്തിയതെന്ന് പറയാമോ? യെസ്, ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലൈമർ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 1,50,000 വോട്ട് പോൾ ചെയ്യപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ആദ്യം ഒരു 70,000-ഓളം വോട്ടുകൾ നേടും എന്ന് പറഞ്ഞത്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരട്ടി വോട്ടുകൾ ജനങ്ങൾ മനസ്സറിഞ്ഞ് നൽകുമെന്ന്. പോൾ ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം 1,42,000-ഓളമേ വരൂ എന്നുള്ള ഒരു അനുമാനമായിരുന്നു ഇന്നലെ രാവിലെ. അതായത് തപാൽ വോട്ടുകൾ, 85 വയസ്സിന് മുകളിലുള്ളവർ, അതുപോലെ ഭിന്നശേഷിക്കാർ, ഈ വോട്ടുകളിലെല്ലാം കൂടി ഒരു 3,000-ഓളം വോട്ടുകൾ ഉണ്ട് എന്നായിരുന്നു എൻ്റെ അനുമാനം. പക്ഷേ ഇന്നലെ എൻകോറിലേക്ക്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് EVM-ലെ വോട്ടുകളുടെ അവസാന കണക്ക് 1,37,305 എന്നുള്ളത് വരികയും നേരത്തെ പറഞ്ഞ 85 വയസ്സിൻ്റെ മുകളിലുള്ളതും ഭിന്നശേഷിക്കാരുടെയും വോട്ടുകളെല്ലാം 740-ഓളമായി. അത് കഴിഞ്ഞു, അതിൻ്റെ സമയപരിധി കഴിഞ്ഞു, അത് കഴിഞ്ഞു. തപാൽ വോട്ടുകൾ തിരിച്ചു വന്നു തുടങ്ങി, TPBS വന്നു തുടങ്ങി. അതെല്ലാം ചേർന്ന് 950 വരെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു 230 ചില്ലാനം തപാൽ വോട്ടുകളാണ് ഏറിയാൽ തിരിച്ചു വരിക നാളെ രാവിലെ 7:59 വരെ. അപ്പോൾ അതിനർത്ഥം സാങ്കേതികമായി പറഞ്ഞാൽ 1,38,500-ൽ കൂടുതൽ വോട്ടുകൾ എണ്ണാനുണ്ടാകില്ല എന്നർത്ഥം. ഞാൻ 1,42,000-ഓളം വോട്ടുകൾ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ അനുമാനത്തിലാണ് 60,000-ഓളം വോട്ടുകൾ ലഭിക്കുമെന്ന് ഇന്നലെയും പറഞ്ഞത്. വളരെ പോസിറ്റീവായിട്ട് തന്നെ കണക്ക് കൂട്ടലുകൾ മാത്രമല്ലോ, കണക്ക് കിഴിക്കലും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് കരുതുന്നു. 1,38,500 വോട്ടുകളാണ് എണ്ണുക. അതിലെ നടപടിക്രമങ്ങൾ പാലിക്കാത്ത തപാൽ വോട്ട് റിജക്റ്റ് ചെയ്യും. നോട്ടയും മറ്റ് 7 സ്ഥാനാർത്ഥികളും കൂടി, ഇതെല്ലാം കൂടി റിജക്റ്റ് ചെയ്യുന്ന തപാൽ വോട്ട് ഏറിയാൽ ഒരു 100 എണ്ണമൊക്കെ, അതെല്ലാം കൂടി 3,500 എണ്ണം കിഴിച്ചു കഴിഞ്ഞാൽ 1,35,000 വോട്ടുകളാണ് 3 മുന്നണികൾക്കായിട്ട് ബാക്കി ഉണ്ടാവുക. ഇതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട അസസ്മെൻറ്റ്. കേരള ചരിത്രത്തിൽ ആദ്യമായി 50,000-ൽ വോട്ടിൽ കുറവിൽ വാങ്ങി വിജയിക്കുന്ന ഒരു മുന്നണിയെ പാലക്കാട് സമ്മാനിക്കുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ റീഡിംഗ്. അത് കൃത്യമായ ഈ വോട്ട് 1,35,000 വോട്ടുകളിൽ നിന്നായി 3 മുന്നണികൾക്ക് വോട്ടുകൾ വീതം വെച്ച് നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ അർത്ഥം 45,000-ആണ് 3 മുന്നണികളും അത് വീതിച്ചെടുക്കുമ്പോൾ ലഭിക്കുന്നത്. ഈ 45,000 വോട്ടുകൾ 3 മുന്നണികളും ക്ലെയിം ചെയ്യുന്നുണ്ട്. വളരെ സമർത്ഥമായി തന്നെ അവരവർക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന്. അങ്ങനെയെങ്കിൽ ജയിക്കാൻ ആവശ്യമുള്ള മാർജിൻ അത് വളരെ പരിമിതമായിരിക്കും. 1ഉം 3ഉം തമ്മിൽ വളരെ കൃത്യമായ ത്രികോണ മത്സരം നടന്നു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ഗ്രൗണ്ടിൽ അതിൻ്റെ ചെറിയ സൂചനകൾ ഉണ്ടാവുകയും ചെയ്ത സ്ഥിതിക്ക് ആദ്യമെത്തുന്ന ആളും മൂന്നാമതെത്തുന്ന ആളും തമ്മിൽ 5,000-ലേറെ വോട്ട് വ്യത്യാസം ഇല്ലാതിരിക്കുകയാണ് എങ്കിൽ സ്വാഭാവികമായും 48,000 വോട്ട് കിട്ടുന്ന ഒരാൾ വിജയിയായി മാറുമെന്നുള്ള കണക്കാണ് ഇവിടെ ബേസ് ലൈനായി സ്വീകരിക്കേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നല്ല കാൽക്കുലേഷനാണ്. എനിക്കൊന്ന് വളരെ റിയലിസ്റ്റിക് ആയ ഒരു കാൽക്കുലേഷനാണ്. പക്ഷേ എനിക്കറിയേണ്ടത് ഇപ്പോഴും ചെറിയൊരു കൺഫ്യൂഷൻ ബാക്കി നിൽക്കുന്നത്, എനിക്കറിയില്ല നിങ്ങൾക്ക് ആ കണക്ക് കിട്ടിയെന്ന്. മുനിസിപ്പാലിറ്റിയിലെ കണക്ക് ഇപ്പോഴും 67% എന്ന് പറഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ നമ്മുടെ സരിൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 1%-ൽ കൂടുതൽ സാധ്യതയില്ല പോസ്റ്റൽ ബാലറ്റും എയർലി വോൾട്ടും. അങ്ങനെയാണെങ്കിൽ അത് 68%-ലേക്ക് എത്തി നിൽക്കും. കഴിഞ്ഞ തവണ 75 എന്ന് കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ 7% കുറവ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാകും. അത് NDAക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത് ഡോക്ടർ സരിൻ? ഞാൻ അതിലേക്കുള്ള വിലയിരുത്തൽ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 മുതൽ 104 വരെയുള്ള ബൂത്തുകളാണ് മുനിസിപ്പാലിറ്റിയിൽ. അതായത് റൗണ്ട് തിരിച്ചു പറയുകയാണെങ്കിൽ 14 ടേബിളുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 14 വീതം ആണ് അപ്പോൾ 1 മുതൽ 14 വരെയാണ് റൗണ്ട് 1, 15 മുതൽ 28 വരെയാണ് റൗണ്ട് 2. 4 ഓക്സിലറി ബൂത്തുകളുണ്ട്.
അതിലെ 2 എണ്ണം മുനിസിപ്പാലിറ്റിയിലാണ്, 83-ഉം അതുപോലെ തന്നെ 102-ഉം. അതിൻ്റെ അർത്ഥം മുനിസിപ്പാലിറ്റിയിൽ ആകെ എണ്ണാനുള്ള മെഷീനുകളുടെ എണ്ണം 106 അപ്പോൾ ഈ 106 മെഷീനുകളെ ക്രമീകരിക്കുമ്പോൾ 7 പൂർണ്ണ റൗണ്ടുകളും 8ാമത്തെ റൗണ്ടിലെ 8 മെഷീനുമാണ് ഈ പറയുന്ന മുനിസിപ്പാലിറ്റി. അവിടെ പോൾ ചെയ്തിരിക്കുന്ന വോട്ട് 77,318 3,00,000 നിന്ന് 2,318 വോട്ട് കൂടുതൽ. ഈ എണ്ണമാണ് നമ്മൾ കണക്കിലെടുക്കേണ്ടത്. 1,14,000 വോട്ട് പോൾ ചെയ്യേണ്ടിടത്ത് 77,000 വോട്ട് പോൾ ചെയ്തു എന്നുള്ളത് താരതമ്യേന മികച്ച പെർഫോമൻസ് ആണ്. അതിൻ്റെ ശതമാനക്കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല, എണ്ണത്തിൽ മികച്ചൊരു നമ്പർ തന്നെയാണ്. ഇവിടെ ഒരു 2,318 വോട്ട് അതിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ, അതായത് മറ്റ് സ്ഥാനാർത്ഥികളും നോട്ട BJP കേന്ദ്രങ്ങളിൽ പോൾ ചെയ്തു എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ, എല്ലാവിടെയും അല്ല, 1-2 ബൂത്തുകളിൽ. അപ്പോൾ 75,000, അതായത് 3,00,000 വോട്ടാണ് 3 മുന്നണികൾക്കുള്ളത്. ഇതിൽ BJPക്ക് നേരിയ ലീഡ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം ആദ്യത്തെ 7 റൗണ്ടും 8ാമത്തെ റൗണ്ടും എണ്ണിക്കഴിയുമ്പോഴും BJP തന്നെ ആയിരിക്കും ലീഡിലെ എന്നും അത് ഞെട്ടലോടെ ഒന്നും കാണേണ്ട ആവശ്യമില്ല എന്നും ഉൾക്കൊള്ളുന്ന ഒരു ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നണിയും ഞങ്ങൾ പ്രവർത്തകരുമെല്ലാം വളരെ റിയലിസ്റ്റിക്കായി ഞങ്ങൾ അതിനെ കാണുന്നത്. അത് ഏറിയാൽ 3,000-3,500, അതായത് ഞാൻ ആവർത്തിച്ചു പറയുന്നു, പൂർണ്ണമായ 7 റൗണ്ടുകൾ മുനിസിപ്പാലിറ്റിയുടെയാണ്. 7ാമത്തെ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും 3,000-ൽ കൂടുതൽ ലീഡ് BJPക്ക് ഉണ്ടാകില്ല. ആ ലീഡ് കോൺഗ്രസ് അല്ല രണ്ടാമതുണ്ടാവുക. ആ ലീഡിൽ രണ്ടാമതുണ്ടാവുന്നത് BJPക്ക് 3,000-ലേറെ ലീഡിൻ്റെ വ്യത്യാസം ഉണ്ടാകുന്നത് LDFുമായിട്ടായിരിക്കും എന്നുള്ളതും കൂടി കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. കാരണം കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുനിസിപ്പാലിറ്റിയിൽ ഗണ്യമായി പോൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് ആഭിമുഖ്യമുണ്ടായിരുന്ന ഒരുപക്ഷെ ഇടത്തരം അല്ലെങ്കിൽ മധ്യവർഗം എന്ന് വിളിക്കുന്നതും അതിന് മുകളിലുള്ള ഒരു കുറച്ചുകൂടി എബവ് ആവറേജ് എക്കോണമിക് ഇൻകം എന്നൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഫാമിലികളിലൊക്കെ കോൺഗ്രസിനോടുണ്ടായിരുന്ന ആഭിമുഖ്യത്തെ കൃത്യമായി പൊളിച്ചെഴുതാൻ ഇടതുപക്ഷത്തിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം എന്നുള്ള രീതിയിലുള്ള അവതരണം ഗുണം ചെയ്തു എന്നും ഈ ശ്രീധരൻ സാറിനോളം വോട്ടുകൾ കിട്ടിയില്ലെങ്കിലും BJPയുടെ വോട്ടുകളിലേക്ക് എങ്ങനെയാണോ ഒരു പ്രൂവ് ചെയ്ത ഒരാൾക്ക് കുറേ വോട്ടുകൾ സമാഹരിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ടെക്നോക്രാറ്റ് പരിവേഷത്തിൽ, അത്രയൊന്നുമില്ലെങ്കിലും ചെറിയ തോതിൽ ആ വോട്ടുകളിലേക്ക് കടന്നു കയറാൻ സാധിച്ചു എന്നുള്ളതുമാണ് ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം. അതിനർത്ഥം ഈ 77,000 വോട്ടുകളിലെ 75,000 വോട്ടുകളിൽ 28,000 വോട്ട് വരെ BJPക്ക് കിട്ടാം. 24,000-ൽ കുറയാത്ത വോട്ട് LDFും നേടും. 22 ഏറിയാൽ 23,000 വോട്ടിൽ കോൺഗ്രസ് പിന്നിലാകും. ഞാൻ ഒരു വസ്തുത കൂടി അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. 14 റൗണ്ടുകളാണ് എണ്ണ, 13 പൂർണ്ണ റൗണ്ടും പിന്നെ 2 മെഷീൻ മാത്രം ബാക്കി വരുന്ന 14ാമത്തെ റൗണ്ടും. ഈ 13 റൗണ്ടിലും കോൺഗ്രസ് ലീഡ് ചെയ്യാത്ത തെരഞ്ഞെടുപ്പ് ഫലത്തിനാണ് ഈ നാളെ ഉള്ള 3 മണിക്കൂറുകൾ പ്രേക്ഷകർ കാണേണ്ടി വരിക എന്നുള്ളത്. അടിവരയിട്ട് പറയുന്നു, ഒരു റൗണ്ടിൽ പോലും കോൺഗ്രസ് മുന്നിൽ എന്നുള്ള വാർത്ത ബ്രേക്ക് ചെയ്യാൻ നാളെ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്.